ഹലോ, ഞാൻ ധനേഷ് വിശ്വചിത്ര. ഇന്നിപ്പോൾ നമ്മളെത്തി നിൽക്കുന്നത് വയനാട് ജില്ലയിലെ അതിപുരാതനമായ മാനികാവ് ശ്രീ സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മനസ്സിന് തന്നെ കുളിർമയേകുന്ന ഒരു ദർശന സായുജ്യമാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുക. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു കുരങ്ങൻ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ വാനരന്മാരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് മുകളിലേക്ക് അങ്ങതാ ആ കാണുന്ന ഈ ചാലിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ഉറവയുണ്ട്. ആ ഉറവയിൽ നിന്ന് ശിവഭഗവാന്റെ ശിരസിലേക്ക് അനുസൃതമായിട്ടും ഗംഗാജല തീർത്ഥപ്രവാഹം, ആ ഉറവയ്ക്ക് പറയുന്നത് ഗംഗാതീർത്ഥം എന്നാണ് പറയുന്നത്. അതിങ്ങനെ ഭഗവാന്റെ ശിരസിലേക്ക് അനുസൃതമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റു പ്രതിഷ്ഠകളായിട്ടുള്ളത് ഗുളികമുത്തപ്പനുണ്ട്, അതുപോലെ തന്നെ ഗണപതി, ശാസ്താവ്, നാഗപ്രതിഷ്ഠ, അതുപോലെ തന്നെ പൂതാടി മഹാദേവങ്ങൾ, അതുപോലെ ദേവി, വനദുർഗ, അങ്ങനെ നിരവധി മറ്റ് പ്രതിഷ്ഠകളുമായിട്ടുമുണ്ട്. ഇവിടെ എത്തുന്നവർക്കെല്ലാവർക്കും തന്നെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന നല്ല തണുത്ത കാറ്റും വയനാട് ജില്ലേൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെ നമുക്ക് ഇവിടുന്ന് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് കേണിച്ചിറ, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് കേണിച്ചിറ സൊസൈറ്റി കാവിലയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനികാവ് സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിലെത്താൻ പറ്റും. ഇന്ന് ഞാനും എൻ്റെ മോനും തക്കടും അതുപോലെ തന്നെ ശ്രീകുട്ടനും എല്ലാവരുമായിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വിശ്വചിത്രയുടെ കുടുംബം ആണ്. വിശ്വചിത്രയ്ക്ക് വേണ്ടിയിട്ട് ധനേഷ് വിശ്വചിത്ര, മാനികാവ് ശ്രീ സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും. തക്കടു, ബൈ.